ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ആമുഖമായിട്ട് ആ പശ്ചാത്തലം ഒക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമുക്കിന്ന് 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. ആർക്കെഴുതുന്നു? പൗലോസ് അപ്പസ്തോലൻ്റെ എല്ലാ ലേഖനങ്ങളിലും ഇങ്ങനെ എഴുതുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ക്രിസ്തുയേശുവിൻ്റെ അപ്പസ്തോലൻ എന്ന ആ ഒരു ശുശ്രൂഷ പൗലോസ് അപ്പസ്തോലന് ലഭിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആരംഭിക്കുന്നത്. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്. ആത്മീക ശുശ്രൂഷകളെല്ലാം ദൈവം ഓരോരുത്തർക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നൽകുന്നതായിട്ടുള്ള കൃപാവരങ്ങളെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ അപ്പസ്തോലനായി, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ശുശ്രൂഷകൾ എന്നുള്ള നിലയിലൊന്നും ആത്മീയ മേഖലയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മളുടെ ഇഷ്ടങ്ങളല്ല, മറിച്ച് ദൈവാത്മാവ് നമുക്ക് നൽകുന്നതായിട്ടുള്ള കൃപാവരങ്ങളാണ് അല്ലെങ്കിൽ ശുശ്രൂഷകളാണ് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമായിരിക്കേണ്ടത്. എന്നാൽ അങ്ങനെ ദൈവം നൽകിയിരിക്കുന്ന കൃപ അല്ല എങ്കിൽ ശുശ്രൂഷ എന്ന് പറയുന്നത്, അത് നാം അതിൽ ഉത്സാഹികളായിരിക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള കൃപാവരങ്ങൾ ഏത് എന്നുള്ളത് കണ്ടെത്തി ആ കൃപാവരങ്ങൾ ഉപയോഗിച്ച് ദൈവസഭയെ ശുശ്രൂഷിക്കേണ്ടത്, അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നു ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കൃപാവരങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കുകയും സ്വന്തം മഹത്വത്തിനല്ല, മറിച്ച് ദൈവരാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കൃപാവരം നാം ആഗ്രഹിക്കുകയും ചെയ്താൽ ദൈവം ഒരുപക്ഷെ അത് നമുക്ക് തരുവാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിലാണ്. നിങ്ങൾക്ക് വാഞ്ചിക്കുന്നതിനനുസരിച്ച് കൃപാവരങ്ങൾ തരുമെന്നുള്ള ഒരു അർത്ഥത്തിലല്ല എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ആത്മീക പ്രവർത്തനങ്ങളും അത് ദൈവേഷ്ടത്തിൽ നിന്നുളവായതാണോ അതെയോ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിൽ നിന്നുളവായതാണോ എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും സ്വന്തം ഇഷ്ടമാണ് ആളുകൾക്ക് അവരുടെ പ്രവർത്തന മേഖലകൾക്ക് ആധാരമായിരിക്കുന്നത് എന്നുള്ളത് നാം വളരെ സങ്കടത്തോടെ ഓർക്കുന്നു. ഒരുപക്ഷെ പലർക്കും അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ സ്വീകാര്യത ലഭിക്കുന്നു എന്ന് ചിന്തിക്കുന്നതായ ചില ശുശ്രൂഷകൾ, പ്രസംഗം പോലെയുള്ളതായ ചില ശുശ്രൂഷകളൊക്കെ ആളുകൾക്ക് താല്പര്യമുണ്ടായിരിക്കും. എന്നാൽ ശുശ്രൂഷ രംഗത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ള രംഗത്തുള്ള കൃപാവരങ്ങളെക്കുറിച്ച് ആളുകൾക്ക് അത്രത്തോളം വലിയ താല്പര്യമൊന്നും ഉള്ളതായിട്ട് ക്രിസ്തീയ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നാം എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ദൈവവചനം പഠിപ്പിക്കുക മുതലായിട്ടുള്ള ശുശ്രൂഷകൾ വളരെ ഉത്തരവാദിത്വവും കൃത്യതയും അതുപോലെ തന്നെ അങ്ങനെ അത് വളരെ ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് കാരണമാകുന്നതുമായ ശുശ്രൂഷകളാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത് എന്നുള്ളതാണ് വചനം നമുക്ക് നൽകുന്നതായ മുന്നറിയിപ്പ്. എന്നാൽ മറ്റുള്ളവരെ സേവിക്കുന്ന മേഖലയിൽ അങ്ങനെയൊരു ഭയനിർദ്ദേശത്തിന് ആവശ്യമില്ല. നമുക്ക് ദൈവം തരുന്ന പ്രാപ്തിക്കൊത്തവണ്ണം മറ്റുള്ളവരെ സേവിക്കുക എന്ന് പറയുന്നത്, അതിനോട് ചേർന്ന് നമുക്ക് ശിക്ഷാവിധിയൊന്നുമില്ല. എന്നാൽ പഠിപ്പിക്കൽ പോലെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പ് അതനുസരിക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ വഴിയെ നടക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. മാതൃക കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്.
അങ്ങനെ വളരെ ഉത്തരവാദിത്വം അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷകളാണ് ഇടയ ശുശ്രൂഷ അല്ലെങ്കിൽ ഉപദേഷ്ടാവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്താലായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോകേണ്ടത്. നമ്മുടെ ഇഷ്ടമോ താല്പര്യമോ ഒന്നും അതിന് ആധാരമായിരിക്കുവാനായിട്ട് പാടില്ല. ഇവിടെ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ അപ്പസ്തോലത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ദൈവേഷ്ടത്താലാണ് അത് ലഭിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. തൻ്റെ അപ്പസ്തോലത്വത്തെ ചോദ്യം ചെയ്തതായിട്ടുള്ള സഭകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് കൊരിന്തിലുള്ള സഭയൊക്കെ. അതുകൊണ്ടായിരിക്കാം, ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം പൗലോസ് അപ്പസ്തോലൻ എൻ്റെ അപ്പസ്തോലത്വം എന്ന് പറയുന്നത് ദൈവേഷ്ടത്താൽ ഉളവായതാണ് എന്നുള്ള കാര്യം ഇവിടെ ഊന്നി പറയുന്നത്. ശരി, പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. തൻ്റെ സഹപ്രവർത്തകനായ സഹോദരനെയും കൂടെ ഈ ഒരു കൂട്ടത്തിൽ താൻ കൂട്ടുന്നു. ഈ ലേഖനം എഴുതുമ്പോൾ തിമോത്തിയോസും കൂടി എഴുതുന്നതാണ് എന്നുള്ള ഒരു ആമുഖമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് പൗലോസും തിമോത്തിയോസും എഴുതിയ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എന്നാണ് യഥാർത്ഥത്തിൽ ഇതിന് വരേണ്ടത്. എന്നാൽ അങ്ങനെയല്ല. പൗലോസ് അപ്പോസ്തലൻ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. അപ്പോൾ ഇത് ആർക്കാണ് എഴുതുന്നത്? പൗലോസ് അപ്പോസ്തലൻ വിവിധ സഭകൾക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്നതായിട്ടുള്ള പദപ്രയോഗം എന്ന് പറയുന്നത് വിശുദ്ധന്മാരും വിശ്വസ്ത സഹോദരന്മാരും എന്നൊക്കെയാണ്. അല്ലെങ്കിൽ വിശുദ്ധന്മാർ എന്ന് പറയുന്നതായിട്ടുള്ള പ്രയോഗം മിക്കവാറും എല്ലാ ലേഖനങ്ങളിലും ഉണ്ട്. എന്നാൽ ഗലാത്യ, തെസ്സലോനിക്യ സഭകൾക്കുള്ള ലേഖനങ്ങളിൽ സഭയ്ക്ക് എന്നുള്ളതായ ഒരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്. സഭയ്ക്ക് എഴുതുന്നു എന്നുള്ള നിലയിലാണ്. എന്നാൽ ഇവിടെ ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരായവർക്ക്, വിശുദ്ധന്മാരായവർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരും എന്ന് പറയുമ്പോൾ അതിന് ചില പ്രാധാന്യമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ അവിടെയുള്ളവരെല്ലാവരും പാപരഹിതരായിരുന്നു എന്നുള്ള നിലയിലല്ല, മറിച്ച് ദൈവിക പരിപാടിക്ക് വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ട, ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആളുകളായിരുന്നു അവര്. കൊലോസിയിലുള്ള സഭയിലുള്ള എല്ലാ ആളുകളും ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവേഷ്ടത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതായിട്ടുള്ള ആളുകളായിരുന്നു എന്നാണ് ഈ വിശുദ്ധന്മാരെന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. വീണ്ടും വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. അപ്പോൾ വിശുദ്ധന്മാരെന്ന് എഴുതുമ്പോൾ തന്നെ അതിനൊരർത്ഥമുണ്ട്. എന്നാൽ ഒന്നുകൂടി ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരെന്ന് പറയുമ്പോൾ അവരെ ഏത് കാര്യത്തിന് വേണ്ടി ദൈവം വേർതിരിച്ചുവോ അല്ലെങ്കിൽ വിശുദ്ധരാക്കിയോ വേർതിരിച്ചുവോ വിശുദ്ധീകരിച്ചുവോ ആ കാര്യത്തിൽ അവർ വിശ്വസ്ത സഹോദരന്മാരായിരുന്നു എന്ന് നമുക്ക് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കൊലോസിയിലെ സഭയിലെ എല്ലാവരോടുമാണ് ഇത് എഴുതുന്നത്, അല്ലെങ്കിൽ സഭയ്ക്കാണ് എഴുതുന്നത് എന്ന് പറയുമ്പോൾ തന്നെ സഭയിലുള്ള എല്ലാവരും ഒരു പക്ഷേ ഇങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉദിക്കുന്നുണ്ട്. അവര് ദൈവേഷ്ടത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരും ആ ദൈവേഷ്ടം ചെയ്ത് ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നതുമായിട്ടുള്ള ആളുകളാണ് എങ്കിൽ മാത്രമാണ് ഈ ഒരു അഭിസംബോധന അവർക്ക് ബാധകമായിട്ട് വരുന്നത്. അപ്പോൾ നാമും ഈ ലേഖനം വായിക്കാൻ തുടങ്ങുമ്പോൾ കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത് എന്നുള്ളത് നമ്മുടെ സഭയ്ക്കുള്ള ഒരു കത്തായിട്ട് നാം ഇതിനെ വായിക്കുകയാണെങ്കിൽ ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൂമ്പാറയിലുള്ള ദൈവേഷ്ടത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരും ആ ദൈവേഷ്ടം വിശ്വസ്തയോടെ അവരുടെ ജീവിതത്തിൽ പുലർത്തുന്നവരുമായ അല്ലെങ്കിൽ ചെയ്യുന്നവരുമായ സഹോദരന്മാർക്ക് എഴുതുന്നത് എന്ന് നമുക്കിതിനെ വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, നാം ഈ രണ്ട് യോഗ്യതകൾക്ക് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഈ രണ്ട് വിശേഷണങ്ങൾക്ക് നാം യോഗ്യരാണോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവേഷ്ടത്തിന് വേണ്ടി ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ എന്നെ ഞാൻ ദൈവേഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു.
ദൈവേഷ്ടത്തിന് വേണ്ടി എന്നെ വിശുദ്ധീകരിച്ചു അല്ലെങ്കിൽ മാറ്റിവെച്ചു. ആ ദൈവേഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിൽ ഞാൻ ഒരു വിശ്വസ്ത സഹോദരനാണ്, സഹോദരിയാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നുവെങ്കിൽ മാത്രമാണ് ഇവിടെ നിന്ന് മുമ്പോട്ട് പറയുന്നതായിട്ടുള്ള ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ യാഥാർത്ഥ്യമായി നമുക്ക് തീരുകയുള്ളൂ. നാം കേവലം ഒരു ഏറ്റുപറച്ചിലും നടത്തി വെള്ളത്തിൽ ഒന്ന് മുങ്ങുകയും ചെയ്തതിന് ശേഷം നാം വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള ആ നടപ്പില് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് യാതൊരു പ്രസക്തിയും ദൈവസന്നിധിയിൽ ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ വില, അതിന് കൊടുക്കേണ്ടുന്നതായിട്ടുള്ള വില, ദൈവസന്നിധിയിൽ അതിനുള്ളതായിട്ടുള്ള അതിനെ പരിഗണിക്കുന്നത് എങ്ങനെ, നാം അതിനെ പരിഗണിക്കേണ്ടത് എങ്ങനെ, ഇതൊക്കെ ഇന്നും അനേക വിശ്വാസികൾ എന്ന് പറയുന്നവരും അവരുടെ ജീവിതത്തിൽ ഏറെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ശരി, അപ്പോൾ നാം അങ്ങനെ ദൈവേഷ്ടത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആളുകളായിട്ട് നമ്മെ തന്നെ കാണുകയും ആ ജീവിതത്തിൽ നാം വിശ്വസ്തരുമാണ് എങ്കിൽ ഈ ലേഖനത്തിൽ മുമ്പോട്ട് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഏറെ പ്രയോജനപ്പെടും. അല്ല എങ്കിൽ കേവലം നമ്മളുടെ ബുദ്ധിയെ അല്ലെങ്കിൽ അറിവിനെ വർദ്ധിപ്പിക്കുന്നതിനോ അല്ല എങ്കിൽ നമ്മളുടെ വചനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനോ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. അതല്ലാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒരു പ്രയോജനവും ചെയ്യുവാൻ സാധ്യതയില്ല. ദൈവേഷ്ടത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് അതിൽ ജീവിക്കുന്ന, വിശ്വസ്തയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുക. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപ ദൈവത്തിൽ നിന്ന് വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായിട്ടുള്ള സമാധാനവും അത് ദൈവത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള സമാധാനമാണ്. ഈ ലോകത്തിൽ നമുക്ക് സമാധാനം യഥാർത്ഥത്തിൽ ഇല്ല. ലോകത്തിലെ കാര്യങ്ങളിലോ ഒന്നും നമുക്ക് സമാധാനവും സന്തോഷവും ഒന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ശരി, 3-ാമത്തെ വാക്യത്തിൽ സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. ഈ ഒരു വേദഭാഗത്തെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും അങ്ങനെ വായിച്ച് പോകുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് യഥാർത്ഥത്തിൽ അത് പകരപ്പെടുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും ഒരു സംശയമാണ്. സുവിശേഷത്തിന്റെ സത്യവചനം, സുവിശേഷം എന്ന് പറഞ്ഞാൽ തന്നെ അത് സത്യവചനമാണ്. എന്നാൽ ഇവിടെ സുവിശേഷത്തിന്റെ സത്യവചനം എന്ന് പറയുമ്പോൾ അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ വളരെ ആവശ്യമുണ്ടായിരുന്നു. കാരണം സുവിശേഷം എന്ന പേരിൽ സത്യമല്ലാത്തതായിട്ടുള്ള വചനങ്ങൾ, പ്രത്യേകിച്ച് കൊലോസിയിലെ സഭയിൽ വരെ അത് എത്തി എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ആമുഖം നാം പഠിക്കുകയുണ്ടായി. അങ്ങനെ തെറ്റായിട്ടുള്ള വേറൊരു ക്രിസ്തു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം, ഇതൊക്കെയും 1-ാം നൂറ്റാണ്ടിൽ തന്നെ അന്ന് സഭകളിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് കർത്താവ് തൻ്റെ സഭയുടെ പണി ആരംഭിച്ചോ ആ നിമിഷം തന്നെ പിശാച് സഭയ്ക്കെതിരെയുള്ളതായ ഒരു പരിപാടിയും ആരംഭിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ദുരുപദേശങ്ങളൊക്കെ 1, 2, 3 നൂറ്റാണ്ടുകളിൽ ഉളവായത് മാത്രമാണ്. അതൊക്കെ പിന്നീട് ഇല്ലാതെയായതിനു ശേഷം വീണ്ടും തലപൊക്കി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായ അതേ ദുരുപദേശങ്ങളാണ് ഇന്നും ലോകത്ത് നമുക്ക് വരുന്നത് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിന്റെ സത്യവചനം, ആ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ സത്യവചനം നമ്മളോട് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ എന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷം പറയുമ്പോൾ ഭൂമിയിലുള്ള എന്തെങ്കിലും അതിനകത്തേക്ക് കൂട്ടിച്ചേർത്താൽ അത് സുവിശേഷത്തിന്റെ സത്യവചനമല്ല, മറിച്ച് സുവിശേഷത്തിന്റെ വ്യാജമായിട്ടുള്ള പ്രസംഗങ്ങളാണ്. സുവിശേഷത്തിന്റെ സത്യവചനമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അത് നമ്മെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അത് നമ്മുടെ നോട്ടത്തെ എത്തിക്കുന്നത്
സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഒരു വലിയ പ്രത്യാശയിലേക്കാണ്. അതല്ലാതെ ഈ ഭൂമിയിലുള്ളതായിട്ടുള്ള യാതൊന്നും സുവിശേഷ പ്രസംഗത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കുവാനായിട്ട് കഴിയില്ല. ഇന്ന് അനേക സുവിശേഷ പ്രസംഗങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴും അവർക്ക് എന്തെങ്കിലും രോഗസൗഖ്യം കിട്ടിയതോ അവർ ആത്മഹത്യ ചെയ്യാൻ പോയതിൽ നിന്ന് രക്ഷപ്പെട്ടതോ അങ്ങനെയൊക്കെയുള്ള വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രസംഗിച്ച ആളുകളെ കയ്യിലെടുക്കുവാനും ആളുകളെ സ്വാധീനിക്കുവാനും വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവവുമായിട്ടുള്ള ശത്രുതയിൽ വന്നതായിട്ടുള്ള മനുഷ്യന് ദൈവത്തോടുള്ള നിരപ്പ് പ്രാപിച്ച് ദൈവത്തോടു കൂടെ ജീവിച്ച് എല്ലാ കാലവും ഈ ലോകത്തിലും അതുപോലെ തന്നെ നിത്യതയിലും കർത്താവിനോട് കൂടി ജീവിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ സുവിശേഷം പറയുന്നത്. അതല്ലാതെ ഈ ലോകത്തിലുള്ള സമ്പൽ സമൃദ്ധിയെക്കുറിച്ചോ ഈ ലോകത്തിലുള്ള രോഗസൗഖ്യം ഇതൊന്നും അവിടുത്തെ വിഷയങ്ങളല്ല. അതൊക്കെ അതിൻ്റെ ചില അതിൻ്റെ ചിലപ്പോൾ ഒരുപക്ഷെ ദൈവം വളരെ അതിശയകരമായി പലരുടെയും ജീവിതത്തിൽ, അത് വിശ്വാസികളായിരിക്കണം നിർബന്ധമൊന്നുമില്ല, അവിശ്വാസികളാണെങ്കിലും ദൈവത്തിന് തൻ്റെ പൊതുവായിട്ടുള്ള കൃപയിൽ അനേകർക്ക് പല ഗുണങ്ങളും പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങളും കൊടുക്കും എന്നുള്ളത് ശരിയാണ്. എന്നാൽ സുവിശേഷത്തിന്റെ സത്യവചനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നമുക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അതല്ലാത്തതൊന്നും സുവിശേഷത്തിന്റെ സത്യവചനമല്ല. ശരി, അങ്ങനെ ആ പ്രത്യാശ അവിടെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ പ്രത്യാശ അവരിൽ ഉളവാക്കിയത് സുവിശേഷത്തിന്റെ സത്യവചനം അവര് കേട്ടു. ആ സത്യവചനം അവരുടെ നോട്ടത്തെ എത്തിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രത്യാശയാണ്, മറ്റൊന്നുമല്ല. ആ പ്രത്യാശ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ എന്ത് വ്യത്യാസം വരുത്തി എന്നുള്ളതാണ് ഈ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. പ്രായോഗിക ജീവിതത്തിൽ എന്ത് വ്യത്യാസമാണ് വരുത്തിയത്? അവരിൽ വലിയ വിശ്വാസം, അതുപോലെ തന്നെ സകല വിശുദ്ധന്മാരോടുമുള്ള അവരുടെ സ്നേഹം. സത്യസുവിശേഷം കേട്ട് സ്വർഗത്തിലെ ആ വലിയ പ്രത്യാശയിൽ ആശ വെച്ചിരിക്കുന്നതായ, അതിലേക്ക് നോക്കുന്നതായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ ദൈവത്തിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ സകല വിശുദ്ധന്മാരോടുമുള്ള അവരുടെ സ്നേഹവും അവരുടെ ജീവിതത്തിൽ വെളിവാക്കും എന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉളവാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഈ 2 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം പറഞ്ഞാൽ, അത് ഒന്ന്, അവരുടെ പ്രത്യാശ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അവരുടെ പ്രത്യാശയെ അവര് വെക്കുന്നു. ഈ ഭൂമിയിലുള്ള ഒന്നിലും അവർക്ക് സന്തോഷമോ ദുഃഖമോ അല്ല എങ്കിൽ പ്രത്യാശയൊന്നുമില്ല. എല്ലാം സത്യസുവിശേഷം അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ സത്യവചനം അവരെ സ്വർഗത്തിലെ ആ നിത്യപ്രത്യാശയിലേക്ക് നോക്കുവാൻ അവരെ ശക്തരാക്കുന്നു, അല്ലെങ്കിൽ പ്രാപ്തരാക്കുന്നു. അതുപോലെ തന്നെ അവരുടെ വിശ്വാസവും സകല വിശുദ്ധന്മാരോടുമുള്ള അവരുടെ സ്നേഹവും അത് മുഖാന്തരം വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സുവിശേഷം, പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? നാം സുവിശേഷത്തിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ വിശ്വസിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് നമ്മളുടെ പ്രത്യാശയെല്ലാം ആ നിത്യതയിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ പ്രത്യാശയിലേക്ക് നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ ലക്ഷ്യത്തെയും പ്രവർത്തന മേഖലകളെയും കേന്ദ്രീകരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതെയോ ഈ ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും അല്ലെങ്കിൽ നേട്ടങ്ങളിലും കോട്ടങ്ങളിലും ഒക്കെ കേന്ദ്രീകരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു വിശ്വാസമാണോ നമുക്കുള്ളത്, അല്ലെങ്കിൽ ജീവിതശൈലിയാണോ നമുക്കുള്ളത്? രണ്ടാമത്, ആ ഒരു പ്രത്യാശ നമ്മെ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്കും സകല വിശുദ്ധന്മാരോടുമുള്ള നമ്മുടെ സ്നേഹത്തിലേക്കും നമ്മെ നടത്തിയിട്ടുണ്ടോ? അത് നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നാം യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ട്രാക്കിലാണ് ഉള്ളത് എന്നാണ്. അതല്ല എങ്കിൽ, അങ്ങനെ സകല വിശുദ്ധന്മാരോടുമുള്ള ഒരു സ്നേഹവും ദൈവത്തിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ നിത്യതയിലുള്ള പ്രത്യാശയും നമ്മളിൽ ഉളവായിട്ടില്ല എങ്കിൽ സുവിശേഷത്തിന്റെ സത്യവചനത്തിലായിരിക്കുകയില്ല ഒരു പക്ഷെ നാം വിശ്വസിച്ചത്, നാം കേട്ടത് വെള്ളം ചേർത്തതായിട്ടുള്ളൊരു സുവിശേഷമോ അല്ല എങ്കിൽ
വ്യാജമായ ഒരു സുവിശേഷമോ ആയിരിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കൊലോസ്യയിലെ വിശ്വാസികളോട് അവിടെ പോയി സുവിശേഷം പറഞ്ഞതൊക്കെ എപ്പഫ്രാസ് എന്ന് പറയുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലന്റെ ഒരു ഇളയ ആ, ഒരു സഹശുശ്രൂഷകനായിരുന്നു. എഫെസോസിൽ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പറഞ്ഞ് അവിടെ നിന്നും രക്ഷിക്കപ്പെട്ട് ഒരുപക്ഷെ ആത്മീയ ജീവിതത്തിൽ ആ, ആ, ഒരു അധികം മുമ്പോട്ട് പോകാത്ത ഒരു വിശ്വാസിയായിരുന്നിരിക്കണം എപ്പഫ്രാസ്. എപ്പഫ്രാസാണ് അവിടെ പ്രസംഗിച്ചത്. പക്ഷേ എപ്പഫ്രാസ് പ്രസംഗിച്ച വചനം എന്ന് പറയുന്നത് സത്യവചനമായിരുന്നു. അത് കൊലോസ്യയിലെ വിശ്വാസികൾ അവരെ നിത്യതയിലേക്ക് നോക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ വിശ്വാസവും സകല വിശുദ്ധന്മാരോടുമുള്ള അവരുടെ സ്നേഹവും വർദ്ധിക്കുന്നതിനും ഇടയായി. അത് ഓർത്തിട്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശേഷം ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. അതായത് മനുഷ്യന്റെ പ്രത്യാശയെ സ്വർഗത്തിൽ നിർത്തുന്നതും അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതും സകല വിശുദ്ധന്മാരോടും ഉള്ള അവരുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നതുമായ ആ സുവിശേഷം സർവ്വലോകത്തിലും എന്നപോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ, അവിടെ ദൈവകൃപ എന്ന് പറയുന്നത് സുവിശേഷത്തിലൂടെ വെളിപ്പെട്ടതായിട്ടുള്ള ദൈവകൃപയാണ്. അതായത് സുവിശേഷം എന്നുള്ളതിന്, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ സത്യവചനം എന്നുള്ളതിന് വേറെ ഒരു പദം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുകയാണ്. കാരണം സുവിശേഷത്തിന്റെ സത്യവചനം നമ്മളിൽ വെളിപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കൃപയാണ് സുവിശേഷത്തിലൂടെ വെളിപ്പെടുന്നത്. അത് യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. ഇവിടെയും യഥാർത്ഥമായി കേട്ടറിയുക എന്ന് പറയുന്ന ഒരു പ്രയോഗത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ യഥാർത്ഥമല്ലാതെ കേട്ടറിയുന്ന ഒരു കേട്ടറിവ് ആ നാളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ അത് യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അപ്പോൾ ഈ സുവിശേഷം അല്ലെങ്കിൽ സുവിശേഷത്തിലൂടെ വെളിപ്പെട്ടതായിട്ടുള്ള ദൈവകൃപ അത് ഫലം കായ്ക്കുന്ന, അല്ലെങ്കിൽ അത് മനുഷ്യരുടെ ജീവിതത്തിൽ വളരെ ഫലം നൽകുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് കൊലോസ്യയിൽ മാത്രമല്ല, സർവ്വലോകത്തിലും, അല്ലെ, നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ, അത് കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അപ്പോൾ ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നതായ ഒരു ജീവിതമാണ് ഈ സുവിശേഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷം നമ്മളുടെ അടുക്കലും എത്തി, നമ്മളുടെയൊക്കെ ചെവിയിൽ അതെത്തി, നാം അത് സ്വീകരിച്ചു. നമ്മളിൽ ഈ സുവിശേഷം ഏത് നിലയിലാണ് ഫലം കായ്ച്ച് വർദ്ധിച്ചു വരുന്നത്? നമ്മളിൽ എന്തെങ്കിലും ഈ സുവിശേഷം ഫലം ചെയ്തിട്ടുണ്ടോ? ഫലം കായ്ച്ചു. ഇപ്പം ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മളുടെ ചില ശീലങ്ങളെ നിർത്തിയതോ, നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് അച്ചടക്കം വന്നു എന്നുള്ളത് അല്ല. നാം സംബന്ധിക്കുന്നതായിട്ടുള്ള സഭായോഗങ്ങളുടെ ഹോള് മാറി എന്നുള്ളതോ, മതത്തിൻ്റെ ചട്ടക്കൂടുകളിൽ നിന്നും നാം വ്യത്യസ്തരായി മറ്റൊരു മതത്തിൽ ചേർന്നു എന്നുള്ളതോ, അല്ലെങ്കിൽ മറ്റൊരു സഭയിൽ ചേർന്നു എന്നുള്ളതോ അല്ല. മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ എന്താണ് ഫലം ഈ സുവിശേഷം കൊണ്ടുവരുന്നത്? സർവ്വലോകത്തിലും, നമ്മൾ കഴിഞ്ഞ ലേഖനം പഠിച്ചപ്പോൾ, നിങ്ങൾ നീതിഫലം നിറഞ്ഞവരായി തീരണം, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി നീതിഫലം നിറഞ്ഞവരായി തീരണം എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളിൽ ഒരു ഫലം കായ്ക്കുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ സുവിശേഷം നമ്മൾ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മളിൽ ഒരു ഫലമുണ്ടെങ്കിൽ ആ ഫലത്തിൻ്റെ ഫലം യഥാർത്ഥത്തിൽ ആർക്കാണ് ഉപകാരപ്പെടുക? നമുക്കറിയാം, മാവ് ഫലം തരുന്നു. മാവ് തരുന്നതായിട്ടുള്ള ഫലം മാവിന് പ്രയോജനപ്പെടുകയില്ല, അല്ലേ? അതുപോലെ നമ്മൾ എന്ത് ഫലവൃക്ഷങ്ങൾ നട്ടാലും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ആ വൃക്ഷത്തിനുള്ളതല്ല, മറിച്ച് അത് ആ വൃക്ഷത്തിനെ ചുറ്റിപ്പറ്റിയുള്ള, നമുക്കറിയാം, ഫലവൃക്ഷങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നടുന്നത്, നമ്മളതിൽ കുറേ
പറിച്ച് ഭക്ഷിക്കും. അതുപോലെ തന്നെ നമ്മുടെ അയൽവക്കക്കാർക്കോ സഹോദരങ്ങൾക്കോ, പിന്നെ അതിനകത്ത് പക്ഷി മൃഗാദികളൊക്കെ അതിൽ നിന്ന് ഒരു ഷെയർ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കും, അല്ലെങ്കിൽ നമ്മളുടെ അശ്രദ്ധയെ അവർ മുതലാക്കും. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഫലം, നമ്മളിലുള്ള ഫലം എന്ന് പറയുന്നത്, അത് പ്രധാനമായിട്ടും മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നതായ നിലയിലുള്ള ഫലങ്ങളാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ആത്മഫലത്തെക്കുറിച്ച് നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടെയുള്ള ആ ഫലത്തിന് 9 കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിലാണ് അതിൻ്റെയൊക്കെ പ്രസക്തി ഉളവാകുന്നത് എന്നുള്ളത് ഓരോ ഫലത്തെയും, അല്ലെങ്കിൽ ആ ഫലത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങളെയും വിശദീകരിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്നേഹം, ഒരു ഉദാഹരണത്തിന് സ്നേഹം എന്ന് പറയുന്നത് നമ്മളോട് തന്നെയുള്ള ഒരു സ്നേഹമാണെങ്കിൽ അതൊരു പാപമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് സ്വസ്നേഹം അല്ലെങ്കിൽ സ്വാർത്ഥത എന്നാണ്. അപ്പോൾ സ്നേഹം നമ്മൾ പ്രദർശിപ്പിക്കുന്നത് മറ്റുള്ളവരോടാണ്. അപ്പോൾ നമ്മളിൽ ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ഇതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ 4-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചതുപോലെ, അത് സകല വിശുദ്ധന്മാരോടുമുള്ള ആ സ്നേഹം വർദ്ധിക്കുന്നു എന്നുള്ളതായിട്ടുള്ള ഫലമാണ്. സൗമ്യത എന്ന് പറയുന്നത് അത് വ്യക്തിബന്ധങ്ങളിൽ ഉളവാകേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. പരോപകാരം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ദീർഘക്ഷമ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇന്ദ്രിയജയം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഈ ഫലമൊക്കെ നോക്കിയാൽ അത് അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകൾ നമ്മളുടെ കുടുംബത്തിലും സഭയിലും അയൽവക്കത്തും ഒക്കെ ഉള്ള ആളുകളാണ്. അതുപോലെ തന്നെ സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഫലവും അനുഭവിക്കുന്ന യഥാർത്ഥത്തിൽ മറ്റുള്ളവരാണ്. അപ്പോൾ അത് സർവ്വലോകത്തിലും, നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഈ സുവിശേഷം ഫലം കായ്ച്ചു വരുന്നു എന്ന് പറയുമ്പോൾ, നമ്മെ കൊണ്ടുള്ളതായ ഫലം അനുഭവിക്കുന്ന ആളുകൾ നമ്മളുടെ ഭവനത്തിലും നമ്മളുടെ കുടുംബത്തിലും സഭയിലും അതുപോലെ തന്നെ നാം ഇടപെടുന്ന എല്ലാവരുടെയും ഇടയിൽ അത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫലവും കൊടുക്കാത്ത, മറ്റുള്ളവർക്കൊരു ഫലവും കൊടുക്കാത്തതായ ഒരു ജീവിതമാണ് നമ്മളുടെ ജീവിതമെങ്കിൽ, നമ്മൾ കേട്ടതായിട്ടുള്ള സുവിശേഷം അത് സുവിശേഷത്തിൻ്റെ സത്യവചനവുമല്ല, അത് നമ്മളിൽ ഒരു നിലയിലുമുള്ള വ്യത്യാസം വരുത്തിയിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സത്യസുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോലും, ആ സുവിശേഷം ഒരു മനുഷ്യനെ ദൈവിക പരിപാടിക്കായിട്ട് മാറ്റിവെക്കുന്ന ഒരു പരിപാടിയാണ്. സ്വന്തമായ ജീവിത ലക്ഷ്യങ്ങളെല്ലാം വിട്ട് ദൈവത്തിൻ്റെ പരിപാടി, ദൈവം ഈ ലോകത്തിൽ എന്തൊക്കെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് സ്വന്തം ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് നാം വീണ്ടും ജനനം പ്രാപിക്കുന്നതിലൂടെ, പുതിയ സൃഷ്ടിയാകുന്നതിലൂടെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുന്നതിലൂടെ നാം ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം ചിന്തിക്കാറുള്ളത് പോലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നാം ലഘുവായി കാണേണ്ടതായിട്ടുള്ള ഒന്നല്ല. വ്യാജമായ ഒരു ക്രിസ്തീയതയാണ് ഇന്ന് ലോകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനിടയിൽ സത്യസന്ധമായ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആ സ്നേഹം നമ്മളിൽ ആ ഫലം കായ്ച്ചു വർദ്ധിച്ചു വരുന്നതായ ദൈവേഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്നതായിട്ടുള്ള ഒരു ജീവിതമായി നാം രൂപാന്തരപ്പെടുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, യാതൊരു പ്രയോജനവും നമ്മെ സംബന്ധിച്ച് ദൈവത്തിനില്ല. ഈ സുവിശേഷത്തിൻ്റെ സത്യവചനമല്ല നാം കേട്ട് വന്നതെങ്കിൽ, യഥാർത്ഥത്തിൽ അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഒരു പക്ഷേ ആ വീണ്ടും ജനനം പോലും നമ്മിൽ സംഭവിച്ചിട്ടുള്ളോ എന്നുള്ള ഒരു സംശയമായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ചിന്തിച്ചതായിട്ടുള്ള കാര്യങ്ങൾ പ്രാഥമികമായിട്ടും നമ്മളുടെ ആത്മീയ ശുശ്രൂഷ അത് ദൈവേഷ്ടത്താൽ ഉളവായതാണോ, അതെയോ നമ്മുടെ സ്വന്തം ഇഷ്ടത്താൽ ഉളവാകുന്നതാണോ, അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ആളുകളാണോ നാം, ആ വേർതിരിക്കപ്പെട്ട കാര്യങ്ങളിൽ നാം വിശ്വസ്ത സഹോദരനും സഹോദരിയുമാണോ, അതുപോലെ തന്നെ സുവിശേഷത്തിൻ്റെ സത്യവചനം നമ്മെ നടത്തുന്നത് ആ നിത്യപ്രത്യാശയിലേക്കാണ്.
ആ നിത്യപ്രത്യാശ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉളവാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസവും സകല വിശുദ്ധന്മാരോടുമുള്ള നമ്മുടെ സ്നേഹവും അതുപോലെ തന്നെ നമ്മളിൽ നീതിഫലം കായ്ച്ച് അത് വർദ്ധിച്ചു വരിക എന്നുള്ളതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വചനപഠനം നമ്മളുടെ ജീവിതത്തെ പരിശോധിക്കുന്നതിനും മാനസാന്തരപ്പെടേണ്ട മേഖലകളിലൊക്കെ മാനസാന്തരപ്പെട്ട് ദൈവേഷം ചെയ്യുന്നതിനും നമ്മളെ പ്രാപ്തരാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.